2020 ഞങ്ങളെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ പ്രത്യേകിച്ച് പഞ്ചായത്തിന് എന്തെങ്കിലും തനത് വരുമാനം കൂട്ടണം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിന് പൊതുവായി ആളുകൾ കാണത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരമാകുന്ന രീതിയിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിൽ ഇങ്ങനൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. പഞ്ചായത്തിൽ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ പഞ്ചായത്തിന് ഉടമസ്ഥയുള്ള സ്ഥലങ്ങൾ ഇതുപോലെ തരിശായി കിടക്കുന്നുണ്ട്. അതിൽ പാഴ്വസ്തുക്കൾ പ്ലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതി കാലഘട്ടത്തിൽ മേടിച്ച ഒരു ഭൂമിയാണ് ഈ ഇപ്പോൾ കാണുന്ന നമ്മളെ ചിൽഡ്രൻസ് പാർക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ല രീതിയിൽ നമ്മൾ പഞ്ചായത്തിൻ്റെ അന്ന് ഓവർസിയറായിട്ട് പ്രവർത്തിച്ചിരുന്ന ഇപ്പോൾ എൻ്റെ ഇടതുഭാഗം നിൽക്കുന്ന അനു റോബർട്ടും അതുപോലെ തന്നെ ഒരു അഭിനേഷും അതുപോലെ തന്നെ യൂസഫ് മെമ്പർ ഇവരുടെ ഒരു ഇനീഷ്യേഷനിലൂടെ ഇവരുടെ താല്പര്യം എടുത്തിട്ടാണ് ഇങ്ങനൊരു പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ നമ്മൾ കുറേ പ്രൊജക്റ്റുകൾ ഗ്രാമപഞ്ചായത്തിനകത്ത് 3 പ്രൊജക്റ്റുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഈ കാണുന്ന കാരമല പ്രൊജക്റ്റും അതുപോലെ തന്നെ 4-ാം വാർഡിലെ കുട്ടൻകോടിലെ ഒരു ഡാമിൻ്റെ പ്രൊജക്റ്റും അത്തിപ്പറ്റ ജംഗ്ഷനിൽ ഒരു ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെ പ്രൊജക്റ്റ് 3 പ്രൊജക്റ്റാണ് ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയത്. അതിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ചാലഞ്ചുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു അനൗൺസ്മെന്റ് കിട്ടിയപ്പോൾ നമ്മളുടെ കയ്യിൽ 3ഉം റെഡിയായിരുന്നു. 3ഉം ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഡെസ്റ്റിനേഷൻ ചാലഞ്ചിന്റെ മീറ്റിങ്ങിന് ക്ഷണിച്ചപ്പോൾ പോവുകയും അതിനകത്ത് നമുക്ക് അംഗീകാരം കിട്ടിയത് ഈ കാരമല പ്രൊജക്റ്റിനാണ്. അപ്പോൾ 1ാമത്തെ പ്രൊജക്റ്റ് എന്നുള്ള നിലക്കാണ് ഈ കാരമല പ്രൊജക്റ്റ് നടപ്പിലാക്കിയത്. നടപ്പിലാക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഗുണം ഇത് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം ജനകീയമാകുമെന്നൊന്നും ഞങ്ങൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാ ആളുകളുടെയും സപ്പോർട്ടോടു കൂടെ തന്നെ ഭരണസമിതിയുടെ മുഴുവൻ ആളുകളുടെയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അതുപോലെ തന്നെ ഓരോ സമയങ്ങളിൽ കാലകാലം മാറി വന്ന സെക്രട്ടറിമാര് ഉദ്യോഗസ്ഥര് തുടങ്ങി എല്ലാ ആളുകളും ഞങ്ങളെ സഹായിച്ച് യൂസഫ് മെമ്പറും ഒക്കെ അതിന്റെ പുറകെ ഈ കഴിഞ്ഞ 4 വർഷക്കാലം നിരന്തരം ഓടിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പാർക്ക് നാടിന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടെ തന്നെ പറയാൻ വേണ്ടി കഴിയും, നാടിന് നമ്മൾ എന്തോ സ്പെഷ്യലായിട്ട് സംഭാവന ചെയ്തു എന്നുള്ളത്. ശരിക്കും ഒരു 5 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നമ്മളിവിടെ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളത്. ഞങ്ങളെ പ്രൊജക്ട് എന്ന് പറയുന്നത് 5 കോടി രൂപയുടെയാണ്. ഇപ്പോൾ പഞ്ചായത്തിന്റെ 33.5 ലക്ഷം രൂപയും അതുപോലെ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നീട്ടിയ 50 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ അനുവദിച്ച 10 ലക്ഷം രൂപയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഹാപ്പിനെസ് പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു 4 ലക്ഷം രൂപയും അങ്ങനെ 99.5 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി ഏതാണ്ട് 1 കോടി രൂപയോളം ഉപയോഗപ്പെടുത്തിയാണ് 1ാം ഘട്ടത്തിൽ നമ്മൾ നിർമ്മാണ പ്രവർത്തികൾ പൂർണ്ണതയിൽ എത്തിക്കുന്നത്. ഇവിടെ താഴത്ത് പൂളിനകത്ത് കാണുന്ന ഫൗണ്ടനിങ് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ വരും കാലം ഈ വരുന്ന മാർച്ചിനകത്ത് തന്നെ നമുക്ക് തീർച്ചയായും ചെയ്യാൻ വേണ്ടി കഴിയും. അതോടുകൂടി തന്നെ കുറച്ചുകൂടി ഈ പാർക്കിന് ഒരു പ്രൗഢി ഉണ്ടാവാനുള്ള സാഹചര്യം കൂടിയുണ്ട്. വരും വർഷങ്ങളിൽ ഇതിന് പ്രദേശത്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ കൂടി അക്വയർ ചെയ്തുകൊണ്ട് ഈ പാർക്കിനെ നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ തീർച്ചയായിട്ടും ആലത്തൂര് താലൂക്കിനകത്ത് തരൂർ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ നിർമ്മാണം ചെയ്യാൻ പോകുന്ന ഒരു പാർക്ക് പോലെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പാർക്കും നമ്മുടെ സമീപ പ്രദേശത്ത് ആലത്തൂർ താലൂക്കിനകത്ത് ഇല്ല എന്നുള്ളത് കൂടി എടുത്തു പറയാണ്. കാരണം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും ആശ്രയിക്കാൻ പാകത്തിനാണ് നമുക്ക് ഈ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വരും വർഷങ്ങൾ ഇതിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷവും അഭിമാനവും നിറഞ്ഞ നിമിഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രദേശത്തുള്ള ജനങ്ങൾക്കാകെ സൗകര്യപ്രദമായി ഒരുക്കാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് വളരെ കാട് പിടിച്ച ഒരു പ്രദേശമായിരുന്നത്. നമുക്ക് ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം, ജനങ്ങൾക്ക് എങ്ങനെ ആവശ്യാനുസരണം ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ എല്ലാ പഞ്ചായത്തുകളിലും നേഷൻ ചലഞ്ച് എന്നുള്ള ഒരു സംവിധാനം നമുക്ക് കിട്ടുകയും അത് പാലക്കാട് ജില്ലയിൽ തന്നെ അംഗീകാരപ്രദമായി നടപ്പിലാക്കുകയും ചെയ്ത ഒരേ ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് തന്നെയാണ്. നമ്മുടെ ഈ തരൂർ പഞ്ചായത്ത് ആകെ ഉണ്ടായിരുന്ന ചൂലന്നൂർ മയിൽ സങ്കേതം എന്ന പ്രദേശം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു 4 പ്രൊജക്റ്റും കൂടി ഞങ്ങളുടെ മുന്നിലുണ്ട്. ഏകദേശം ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 4-5 സ്ഥലങ്ങൾ കാണാൻ പറ്റുന്ന ഒരു 1 ഡേ ട്രിപ്പ് വന്നാൽ ഒരു ദിവസം മൊത്തം അനുഭവിക്കാൻ പറ്റുന്ന 5 സ്ഥലങ്ങളാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. വരും ഭരണസമിതിക്ക് അത് കൈമാറാൻ ഞങ്ങൾക്ക് കഴിയും. നാട് വളരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. 2005-10 കാലത്തിൽ ശ്രീ അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്താണ് ഇത്
സ്ഥലം വാങ്ങിയത്. ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി 2010-15 കാലത്ത് ഉള്ള സമയത്ത് ഞങ്ങളിത് പഞ്ചായത്തിലെ വേസ്റ്റുകൾ സംസ്കരിക്കാനുള്ള കേന്ദ്രമായി മാറ്റാൻ പ്രതീക്ഷിച്ച ഒരു സ്ഥലമാണ്. അത്രയും മോശമായി കിടന്ന ഒരു സ്ഥലത്തെ ഈ ഭരണസമിതി വളരെ മനോഹരമായ ഒരു സ്ഥലമാക്കി മാറ്റിയതും ടൂറിസത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാനും കഴിഞ്ഞതും പ്രത്യേകിച്ച് കുട്ടികൾക്കും യാത്രികൾക്കും ഒക്കെ വളരെ ഉപകരിക്കുന്ന രീതിയിലേക്ക് മാറ്റിയ ഈ ഭരണസമിതിക്കുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം അങ്ങനെയൊരു സ്ഥലത്ത് ഇത്ര മനോഹരമായി നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മാറ്റിയത്. എനിക്കതിന് ഉദാഹരണം പറയാനുള്ളത് എറണാകുളത്തെ ആരും തിരിഞ്ഞു നോക്കാത്ത തീ പിടിച്ചുകൊണ്ട് കിടന്ന സ്ഥലത്തെ കൊണ്ടുപോയി ഇപ്പം മനോഹരമായ പൂങ്കാവനമാക്കി മാറ്റിയതുപോലെ ഇത്ര സുന്ദരമാക്കി മാറ്റിയ ഈ ഭരണസമിതിക്കും ഇതിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ ജനപ്രതിനിധിക്കും ഭരണസമിതിക്കും അഭിനന്ദനങ്ങൾ പൂച്ചെണ്ടുകൾ അർപ്പിക്കുക.